അവിടെ ശിവദാസനും ഭാര്യയും ആ ശിവദാസനും ഭാര്യയും മരിച്ചെന്നാ തോന്നുന്നേ. വേണ്ട 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 സിദ്ധു സിദ്ധു അയ്യോ സിദ്ധു ഈ ശിവദാസൻ ഭൂമിയിൽ ഇനിയും പറക്കുമെങ്കിൽ നിന്നെ തന്നെ എനിക്ക് വേണം. നിന്നെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടണം. വേഗം കഴിക്ക്. മഹി പറഞ്ഞായിരുന്നു കല്യാണി ഇപ്പൊ LLBക്കാ പഠിക്കുന്നതെന്ന്. നന്നായി പഠിച്ച് വലിയ വക്കീലാവണം കേട്ടോ. നാടറിയുന്നൊരു വക്കീല് ആവൻ സാറേ, ആയേ പറ്റൂ. അച്ഛനെ പോലുള്ള പാവങ്ങളെ രക്ഷിക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ. കഞ്ചാവും മയക്കുമരുന്നും വിൽക്കുന്നവരെ ജാമ്യത്തിലിറക്കാൻ കോടതിയിൽ വക്കീലന്മാരുടെ നീണ്ട നിരയാ. ആ നിരയിൽ നിൽക്കാനല്ല ഈ കല്യാണി വക്കീലാവുന്നത്. ഇതുപോലെ ആരുമില്ലാത്ത പാവത്തുങ്ങളുടെ ശബ്ദം ആവാനാ. അങ്ങനെ തന്നെ വേണം. ഈ നാട് കല്യാണി പോലുള്ളവരെ വളർത്തില്ല. അതും കൂടി ഓർക്കുന്നത് നല്ലതാ. മഹാത്മാഗാന്ധിജിയും ഭഗത് സിംഗും ഒക്കെ വളർന്ന നാടല്ലേ സാർ ഇത്? നമുക്ക് നോക്കാം. സർ, അവിടെ ശിവദാസനും ഭാര്യയും ആ ശിവദാസനും ഭാര്യയും മരിച്ചെന്നാ തോന്നുന്നേ. അച്ഛാ, അമ്മ, അച്ഛാ, അമ്മ, അമ്മ, അച്ഛാ, അമ്മ എഴുന്നേക്കമ്മ, അച്ഛാ, അച്ഛാ. ശിവദാസ, ശിവദാസ, ശിവേട്ടാ, അയ്യോ എന്താ നീ കാണിച്ചത്? അയ്യോ, വിഷം കഴിച്ചതാ. കൃഷിക്ക് വെച്ചിരുന്ന ഫ്യൂരിഡാനോ? ഈശ്വര, ശിവദാസ, ഇനി രക്ഷ കിട്ടുന്ന കാര്യം പാടാ. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. ആംബുലൻസ് വിളിച്ച് വേഗം ഹോസ്പിറ്റലിലാക്ക്. ഒരു ചായ.
സെൻട്രൽ ജയിലിൽ വീണ്ടും ആത്മഹത്യാ ശ്രമം. ഇലവദേശം പാലസ് കൊലപാതക കേസിലെ പ്രതി ശിവദാസനും ഭാര്യയുമാണ് ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇത് സീതയല്ലേ? അതെ. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ശിവദാസനെ കാണാൻ ഭാര്യ സീതയും മകളും കൂടി ഇന്ന് രാവിലെ 10 മണിയോടെ ജയിലിൽ എത്തുകയായിരുന്നു. അയ്യോ, ശിവദാസനും ഭാര്യയും പങ്കിട്ട് കഴിച്ച ഭക്ഷണപ്പൊതിയിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അയ്യോ, ദൈവമേ. ഇരുവരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പ്രതി ശിവദാസിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇത് വെറുമൊരു ആത്മഹത്യാ ശ്രമം എന്ന് തള്ളിക്കളയാതെ കൊലപാതകത്തിന്റെ സാധ്യത കൂടി അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട്. പാവം ചിന്നു സീതയും കൂട്ടി ജയിലിൽ അച്ഛനെ കാണാൻ പോയതാ. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഞാനും വരാം. വേണ്ട, ഞാൻ പോയിട്ട് വിളിക്കാം. ചന്ദ്രമേ, എന്താ മഹി, എന്താ പറ്റിയേ? പോണം, എനിക്ക് പെട്ടെന്ന് പോണം. എങ്ങോട്ട് പോകാനാ? മോനെ, ചിന്നുന്റെ അച്ഛനും അമ്മയും ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന്. അവരിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുക. പാവം ചിന്നു മോള്, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ചന്ദ്രമ്മയോട് ആരാ പറഞ്ഞേ? അത് എല്ലാം ടിവിയിൽ കാണിക്കുന്നുണ്ട്. നിക്ക്, ഞാനിപ്പോ വരാം. അച്ഛാ, ജയിലിലെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് 2 ജയിൽ വാർഡന്മാരെ ജയിൽ DGP സസ്പെൻഡ് ചെയ്തു. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന യാതൊരു ഭക്ഷണവും ജയിലിനകത്ത് കൊടുത്തുകൂടാ എന്ന നിയമമുള്ളപ്പോൾ പ്രതി ശിവദാസിന്റെ ഭാര്യ കൊണ്ടുവന്ന ഭക്ഷണം ശിവദാസിനെ കഴിക്കാൻ അനുവദിച്ചതാണ് സംഭവത്തിന് പിന്നിൽ എന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഇന്ന് രാവിലെ 10 മണിയോടെ ഇളവദേശം പാലസ് കൊലപാതക കേസിലെ പ്രതി ശിവദാസിനെ കാണാൻ ഭാര്യ സീതയും മകളും ജയിലിൽ എത്തുകയായിരുന്നു. മഹി, ഞാനങ്ങ് പോയിട്ട് വിളിക്കാച്ചാ. ചിന്നുനെ ഞാൻ വിളിച്ചിരുന്നു. അവള് ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോ അവളുടെ ഫോൺ പോലീസുകാരെ പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവും.